സൈൻ ചെയ്തു സാർ. പേപ്പറൊക്കെ ക്ലിയർ കഴിഞ്ഞല്ലേ? റെഡിയായിട്ടുണ്ട് കേട്ടോ. ഓ ആയിക്കോട്ടെ സാറേ. അപ്പൊ എനിക്ക് കാര്യങ്ങൾ നടക്കട്ടെ. അപ്പൊ ഞാൻ മറ്റേ രജിസ്റ്റർ ഓഫീസിൽ പോകണം. ഓ അങ്ങനെ ആവട്ടെ, അങ്ങനെ ആവട്ടെ. അപ്പൊ വലിയ ഉപകാരം സാറേ. ഓ ആയിക്കോട്ടെ. ഹലോ, അതെ, സബ് രജിസ്ട്രാറാണ്. നിങ്ങൾ എന്താ കാര്യം എന്ന് പറ. ബിന്ദു മനോജോ? നിങ്ങൾ സൂക്ഷിച്ച് സംസാരിക്കണം. നിങ്ങൾ ആരോട് സംസാരിക്കുന്നതെന്ന് അറിയാമോ? ഇട ഞങ്ങൾക്ക് ഇവിടെ 100 കൂട്ടം പണികളുണ്ട്. പിന്നെ ഞാനെന്നാ അങ്ങോട്ട് പറ. മന്മത, ഇങ്ങോട്ട് പാടോ. കഴിഞ്ഞ ദിവസം ഇവിടെ കല്യാണം രജിസ്റ്റർ ചെയ്യാൻ വന്ന ബിന്ദു മനോജിനെ ഓർമ്മയുണ്ടോ? ഏത് ബിന്ദു? ഏത് മനോജ് മാഡം? ഓർമ്മയില്ലേ? അവര് കൊണ്ടുതന്ന ലഡു ഒക്കെ തിന്നണുണ്ടല്ലോ. മറ്റേ ചുമന്ന ലഡു കൊണ്ടുവന്ന ബിന്ദു മനോജ്. അവരൊക്കെ ആ ബിന്ദുവിന്റെ വീട്ടിലേക്ക് താൻ വിളിച്ചു പറഞ്ഞോ? ഞാനെന്തിനു വിളിച്ചു പറയണം? താൻ വിളിച്ചു പറഞ്ഞെന്നാണല്ലോ അവര് പറഞ്ഞേ. ഇതാണ് മാഡത്തിന്റെ കുഴപ്പം. ഒരു 4-5 കൊല്ലമായിട്ട് ഒരുമിച്ച് ജോലി ചെയ്യണ എന്നെ വിശ്വാസമല്ല. ഇപ്പൊ ഫോണിൽ ആരോ വിളിച്ചു പറഞ്ഞാൽ അവരെയാണ് വിശ്വാസം. മന്മത, തനിക്കിത് എന്തിന്റെ കേട? താൻ എന്തിനാ വിളിച്ചു പറഞ്ഞേന്ന്? അതെ മാഡം, ഇവിടെ നമ്മുടെ നോട്ടീസ് ബോർഡിൽ രജിസ്റ്റർ ചെയ്ത് ഇട്ടിട്ടുണ്ട്. 10-30 ദിവസം അതിനകത്ത് കിടക്കുന്നു. അപ്പൊ അത് കുഴപ്പമില്ല. അപ്പൊ ഞാൻ വിളിച്ചു പറഞ്ഞ എന്താണ് തെറ്റ്? അത് നിയമം. താൻ കാണിച്ചത് തോന്നിയവാസം. അപ്പൊ നമ്മുടെ നോട്ടീസ് ബോർഡിൽ ഇട്ടേക്കണത് നിയമം, ഞാൻ വിളിച്ചു പറയണത് തോന്നിയവാസം. കൊള്ളാം മാഡം, കൊള്ളാം. താൻ എന്റെ വായിന്ന് നല്ലത് കേൾക്കും. കഴിഞ്ഞ ആഴ്ച ആ നിമിഷ പ്രമോദ് ഇവിടെ വന്ന് കല്യാണം രജിസ്റ്റർ ചെയ്ത് പോയില്ല. അപ്പൊ തന്നെ ആ കൊച്ചിന്റെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു. അവരുടെ വായിരിക്കണത് ഞാൻ തന്നെ കേട്ടെ. അന്ന് ഞാൻ തന്നെ വാൺ ചെയ്തതല്ലേ. ഇനി മേലെ എങ്ങനെ ഉണ്ടാവരുതെന്ന് പറഞ്ഞതാണ് എന്നോട്. പറഞ്ഞു മാഡം. പക്ഷെ പുതിയ പിള്ളേരിങ്ങനെ പഴുതെറ്റി പോണുണ്ടല്ലോ, അത് എന്നെ പോലുള്ളൊന്നും സഹിക്കൂല. തന്റെ ആരല്ലല്ലോ പോയത്. അവരെവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ. തനിക്ക് എന്തിനാടാ ആവശ്യമില്ലാതെ എന്നെ ചീത്ത കൽപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കാണോ? സ്വന്തം കുടുംബത്തിൽ നിന്ന് പോകുമ്പോഴാ അതിന്റെ വിഷമം മനസ്സിലാവുള്ളൂ. മാഡത്തിനൊന്നും അത് പറഞ്ഞ മനസ്സിലാവൂല. സ്വന്തം കുടുംബത്തിന് കുടുംബ ബന്ധങ്ങൾക്കുള്ള വിലയൊന്നും മാഡത്തിനെ പോലുള്ളവർക്ക് അറിയില്ല. ശബ്ദം വെളിയിൽ കേൾക്കരുത്. എനിക്കൊരു ഹാഫ് ഡേ ലീവ് തരുമോ മാഡം? എത്ര സമയമായി ഉണ്ണിയെ? വെള്ളം എന്തേലും കുടിക്കണോ? വെള്ളം കുടിക്കണോ? മറ്റേ വെള്ളമല്ല, പച്ചവെള്ളം എന്തേലും വേണോ കുടിക്കാൻ? വേണ്ടേ? തുണി കഴിഞ്ഞല്ലോ. അല്ല, ഈ റേഷ് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞല്ലോ എന്ന് പറയും. അതെ, ആധാരം എഴുതിയതിന്റെ കോപ്പി കിട്ടിയിട്ടുണ്ട്. ഞാനിതൊന്ന് വായിക്കാതെ. ഇപ്പൊ ഇത് പറഞ്ഞ പോലെ തന്നെയാണോ എഴുതിയിരിക്കണമെന്ന് അറിയണ്ടേ? ഉറപ്പുവരുത്ത ശ്രദ്ധിച്ചോളൂ കേട്ടോ. 2020 ആണ്ട് ആഗസ്റ്റ് മാസം 21 തീയതി ചവറ വില്ലേജിൽ പത്മന കോലോത്തുമുറിയിൽ പയനം തറവാട്ട് തൊടി വീട്ടിൽ ഉണ്ണി തൻ്റെ ഭാര്യ 30 വയസ്സുള്ള ലളിതാകുമാരിക്ക് എഴുതി കൊടുക്കുന്ന ധനനിശ്ചയാധാരം എൻ്റെ ഭാര്യയുമായുള്ള കടപ്പാടും കടമയും. അതെ, ഇനിയിപ്പോൾ അത് വായിക്കണമെന്നില്ല ചേട്ടാ. നമുക്കൊരു കാര്യം ചെയ്യാം, എത്രയും പെട്ടെന്ന് അതിൻ്റെ രജിസ്റ്റർ നടത്തുകയാണ് വേണ്ടത്. എന്നാൽ പിന്നെ നമുക്ക് രജിസ്റ്റർ ചെയ്യാം. അത് മതി. അല്ല, ഒരു പ്രശ്നമുണ്ട്. ഈ 3ാമത്തെ നിലയിലാണ് രജിസ്റ്റർ ഓഫീസ് ഉള്ളത്. നമുക്കിവിടെ ലിഫ്റ്റില്ല, സ്റ്റെപ്പ് കയറിയിട്ട് വേണം പോകാൻ. ഇപ്പോൾ ഉണ്ണിക്ക് ഈ അവസ്ഥയിൽ അങ്ങോട്ട് കയറി വരാൻ പറ്റുമോ? അത് ബുദ്ധിമുട്ടാണ്. അപ്പം എന്താ ചെയ്യുക? ഒരു കാര്യം ചോദിച്ചു, ചേട്ടൻ പോയിട്ട് രജിസ്ട്രാറുടെ അടുത്ത് ഒന്ന് സംസാരിക്കുക. ഇങ്ങനെ സുഖമില്ലാത്ത ഒരാളാണ്, അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിൻ്റെ രജിസ്റ്റർ നടത്തി കൊടുക്കണമെന്ന് പറയൂ. അല്ല, അപ്പം അത് പോയി ഒപ്പിടാണ്ട് ഞാൻ സംസാരിച്ചു നോക്കാം. ആളങ്ങനെ വഴങ്ങുന്ന ആളല്ല, ഒന്ന് സംസാരിച്ചോട്ടെ. ഞാൻ സംസാരിച്ചിട്ട് വരാം. ആയിക്കോട്ടെ. അതെ, അങ്ങോട്ട് സ്റ്റെപ്പ് കയറി പോണ്ട, ഇവിടെ ഇരുന്നാൽ മതി.
മൂപ്പര് പോയിട്ട് സംസാരിക്കട്ടെ. അപ്പോൾ അത് ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടുന്നാട് ഉപ്പിട്ട് കൊടുത്താൽ മതിയല്ലോ അല്ലേ? എന്താ സാറേ കരയണേ? കണ്ണി പൊടി വീണതാ. മാഡം എന്തേലും പറഞ്ഞ? പൊടി പൊടി. അല്ല ഞാൻ വായിച്ച് കേൾപ്പിച്ചേ. ഓക്കെ രജിസ്റ്റർ ചെയ്താൽ. മാഡം ഇവരുടെ ആധാരം. എല്ലാം കറക്റ്റ് ആയിട്ട് നോക്കിയോ? ഓഹോ. അപ്പൊ ആളോട് വരാൻ പറയും. മാഡം ചെറിയൊരു കുഴപ്പമുണ്ട്. താനല്ലേ പറഞ്ഞ എല്ലാം കറക്റ്റാന്ന്? അല്ല മാഡം, ഞാൻ പേപ്പറെല്ലാം നല്ല നോക്കി കറക്റ്റാണ് എല്ലാം ഒത്തു. അതല്ല, ഈ പറഞ്ഞ ആൾക്ക് ഒപ്പിടാൻ വരാൻ പറ്റില്ല. വരാൻ പറ്റില്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യണ്ട. അല്ല ആള് വന്നിട്ടുണ്ട്. ഇപ്പൊ താനല്ലേ പറഞ്ഞ വരാൻ പറ്റില്ലാന്ന്? അല്ല താഴെ വന്നിട്ടുണ്ട്. ഈ 3 നില സ്റ്റെപ്പ് ചവിട്ടി കയറി ഇവിടെ വന്ന് ഒപ്പിടാൻ പറ്റില്ലാന്ന്. അപ്പൊ ഈ ഓഫീസ് എടുത്ത് താഴെ വെക്കണം. മാഡം അയാളൊരു രോഗിയാണ്, അവശനാണ്, സ്റ്റെപ്പ് കയറി വരാൻ പറ്റാത്തോണ്ടാണ്. മാഡം ഒന്ന് താഴത്ത് വന്ന് ഒപ്പിട്ടാ. ഞാൻ ഈ രജിസ്റ്റർ എടുത്തോണ്ട് താഴെ വരണം, എന്നിട്ട് ഒപ്പിടിക്കണം. അതെ മാഡം. ആധാരം എഴുതാൻ അറിഞ്ഞാൽ മാത്രം പോരാ, ഈ ഡിപ്പാർട്ട്മെന്റിന്റെ നിയമങ്ങളും കൂടെ അറിഞ്ഞിരിക്കണം. നടക്കില്ല സുഗത. അല്ല ഈ ഒരു അവസ്ഥയില് നടക്കില്ല. പതുക്കെ പതുക്കെ കയറിക്കോളൂ. കയറാലോ? ഇതേപോലത്തെ 2 സ്റ്റെപ്പും കൂടി ഉണ്ട്. കയറ് പതുക്കെ. പതുക്കെ കയറിക്കോളൂ. കയറാലോ? ഇതേപോലത്തെ 2 സ്റ്റെപ്പും കൂടി ഉണ്ട്. കയറ്. വയ്യേ വയ്യേ? അതെ ചേട്ടാ, ഇതേപോലത്തെ 2 നിലയും കൂടി ഇല്ലേ? അതെ. എങ്ങനെ കയറും? അതാ പറഞ്ഞപ്പോ എന്താ ചെയ്യാ? ഞാനൊന്ന് പോയി സംസാരിക്കട്ടെ. അപ്പൊ നിങ്ങൾ പറയുന്നത് ഈ വിരൽ പതിപ്പിക്കുന്ന രജിസ്റ്റർ ഞാൻ എടുത്ത് താഴെ കൊണ്ടുവന്ന് രജിസ്ട്രേഷൻ നടത്തണം? അതെ മാഡം, അതേ പറ്റൂ. അത് നടക്കില്ല എന്നല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. ദയവ് ചെയ്ത് നിങ്ങൾ അങ്ങനെ പറയരുത്. കാരണം അതിനൊന്നും പറ്റുന്ന അവസ്ഥയിലല്ല അദ്ദേഹം. ഇപ്പൊ ഞങ്ങൾ പകുതി വഴി വന്നു, ഇനി 2 നില മുകളിലേക്ക് കയറാനുണ്ട്. അയാൾക്ക് പറ്റില്ല, അതുകൊണ്ടല്ലേ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ഞങ്ങളുടെ നിയമം അതിനെ അനുവദിക്കില്ല. ഈ രജിസ്റ്റർ ഓഫീസിന് പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഇനി അഥവാ വേണമെങ്കിൽ തന്നെ കോടതി ഉത്തരവ് വേണം. മാഡം, ഇത്തരം കാര്യങ്ങളിലൊന്നും ഇങ്ങനെ നിയമത്തിന്റെ കടുംപിടുത്തം പിടിക്കേണ്ട കാര്യമില്ല. ഒരു മാനുഷിക പരിഗണന വെച്ചിട്ട് ഇതൊന്നും അവിടെ കൊണ്ടുപോയി ഒപ്പിട്ടിട്ട് തിരിച്ചു കൊണ്ടുവരുന്നതുകൊണ്ട് മാഡത്തിന് ഒന്നും സംഭവിക്കില്ല. പിന്നെ എന്താണ് പ്രശ്നം? നിങ്ങൾ ഈ പറയുന്ന മാനുഷിക പരിഗണന കൊണ്ട് ഞാൻ താഴെ പോയി രജിസ്ട്രേഷൻ നടത്തിയെന്നിരിക്കട്ടെ, അവിടെ കണ്ടു നിൽക്കുന്ന ഒരാള് ഫോട്ടോ എടുത്ത് സബ് രജിസ്ട്രാർ നിയമം ലംഘിച്ചു എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിലിടോ ഒരു പരാതി കൊടുക്കുകയോ ചെയ്താ ഞാനാണ് അന്വേഷണം നേരിടേണ്ടി വരുന്നത്. ഒരാളും ചെയ്യില്ല മാഡം, ഞാൻ നോക്കാം. പിന്നെ മാഡം പറഞ്ഞ പോലുള്ള വൃത്തികേടുകൾ ആരെങ്കിലും ചെയ്യൂ? അത് പറയാൻ പറ്റില്ല. എന്റെ ഓഫീസിലുള്ളവരൊക്കെ തന്നെ ചിലപ്പോൾ ചെയ്തെന്നിരിക്കും. അതെ, ഇത് നടക്കില്ല. പിന്നെ എന്ത് വേണം മാഡം? മാഡം ഒരു വഴി പറഞ്ഞതാ. ഇയാളുടെ വീട്ടിൽ പോയി രജിസ്ട്രേഷൻ നടത്താനുള്ള വകുപ്പുണ്ട്. അപ്പൊ അതിനാവശ്യമായ രേഖകളും ഉത്തരവുകളും കൊണ്ടുവന്നാ ഞാൻ ആ വീട്ടിൽ പോയി രജിസ്ട്രേഷൻ നടത്തി കൊടുക്കാം. മാഡം, ഞാൻ അതിനുള്ള രേഖകൾ മുഴുവൻ കളക്ട് ചെയ്ത് വരുമ്പോഴേക്കും ഇയാൾ ജീവിച്ചിരിക്കുമല്ലോ എന്ന് പറയാൻ പറ്റില്ല മാഡം. അങ്ങനെ നിങ്ങൾ പറയുന്ന പോലെ ഇവിടുന്ന് രജിസ്റ്റർ താഴെ കൊണ്ടുപോയി രജിസ്ട്രേഷൻ നടത്താൻ എനിക്കും പറ്റില്ല. അത് നിയമമല്ല. നിയമം വിട്ടൊരു കാര്യം ഞാൻ ചെയ്യേയില്ല. അങ്ങനെ പറയരുത് മാഡം, എങ്ങനെയെങ്കിലും ചെയ്തു കൊടുത്ത്. ഹലോ, അതെ സാറേ. ആ പുറത്തു നിൽക്കാണോ? ഇപ്പൊ തന്നെ ചെയ്യാം സാറേ. ശരി ശരി ശരി. ഓക്കെ. മന്മത, മന്ത്രിയുടെ PA വിളിച്ചത്. അദ്ദേഹത്തിന്റെ മോൻ എന്തോ ആക്സിഡന്റ് ആയിട്ടേ കാലൊടിഞ്ഞ് താഴെ കാറിലിരിക്കുക. മറ്റേ ലാൻഡിന്റെ രജിസ്ട്രേഷൻ നടത്തണ്ടേ? അതെല്ലാം ഓക്കെയാണ്. ഇവിടെ രജിസ്റ്റർ എടുക്ക് വേഗം.
പിന്നെ സീലിന്റെ പാടൊക്കെ ഇവിടെ വേഗം എടുക്ക്. എടുക്കാം മാഡം എടുക്കാം. എടോ വയ്യാത്ത ഒരാൾ കാറിലിരിക്കുമല്ലേ, ബുദ്ധിമുട്ടിക്കാമോ? അല്ല മാഡം, ഒരു അല്ല ഇല്ല ഇല്ല, എടോ വേഗം വരാൻ. മിനിസ്റ്റർ മന്മഥ, ഓ വന്നു മാഡം. ന്യായം മായം. ഹായ് പ്രിയപ്പെട്ടവരെ, നമസ്കാരം. സലീമാണ്, മറിമായത്തിലെ പാരിജാതൻ. പ്രേക്ഷകരുടെ ഇഷ്ട പ്രോഗ്രാമായ മറിമായത്തിന്റെ തുടക്കം മുതൽ ഇന്നേ വരെയുള്ള എപ്പിസോഡുകൾ നിങ്ങൾക്ക് ഇനി മനോരമ മാക്സിൽ തീർത്തും സൗജന്യമായി കാണാം. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. മറിമായം.